കേരളം സർവത്ര സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പക്ഷേ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും CPM-നും മാത്രം ആഡംബരത്തിനും ദൂരത്തിനും ഒരു കുറവുമില്ല. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ കേക്കിന്റെ മാത്രം ചിലവ് 1,20,000-ഓളം രൂപ, ഭക്ഷണത്തിന് 16 ലക്ഷം, മൊത്തം തുകയും പാസാക്കി ഉത്തരവ്. അതേസമയം ക്ഷേമ പെൻഷൻ നൽകില്ല, പകരം പാർട്ടി പരിപാടിക്ക് പണം നൽകാം. CPM ലോക്കൽ കമ്മിറ്റി പരിപാടിക്ക് പണം അനുവദിച്ച ടൂറിസം വകുപ്പ് എന്ന വാർത്തകളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കിയ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ ഭക്ഷണത്തിന് മാത്രം ചെലവായത് 16 ലക്ഷം രൂപ. ജനുവരി 3-ന് മസ്കറ്റ് ഹോട്ടലിലാണ് പൗരപ്രമുഖർക്കായി മുഖ്യമന്ത്രി വിരുന്നൊരുക്കിയത്. ചടങ്ങിൽ വിളമ്പിയ കേക്കിന് മാത്രമാണ് 1 ലക്ഷത്തിലധികം രൂപ ചെലവായത്. പരിപാടിക്കുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കിയ വകയിൽ സർക്കാരിന് ചെലവായ തുക 10,705 രൂപ. ഈ 3 തുകയും സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി. ഭക്ഷണത്തിന് മൊത്തം 16,08,195 രൂപയാണ് ചെലവായത്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപമുള്ള സ്ക്വയർ 1 ഹോം മെയ്ഡ് ട്രീറ്റ്സ് എന്ന സ്ഥാപനത്തിനാണ് 1 ലക്ഷത്തിലധികം രൂപ കേക്കിനായി അനുവദിച്ചത്. ദിസ് ആൻഡ് ദാറ്റ് എന്ന പരസ്യ കമ്പനിക്കാണ് ക്ഷണക്കത്ത് തയ്യാറാക്കാനുള്ള കരാർ നൽകിയത്. ഫെബ്രുവരി 2-ന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ട്രഷറിയിലെ എന്റർടൈൻമെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അക്കൗണ്ടിൽ നിന്ന് പണം അനുവദിച്ചതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻ വർഷത്തെ വിരുന്നിൽ 570 പേർ പങ്കെടുത്തിരുന്നു. 9,24,160 രൂപയായിരുന്നു അന്നത്തെ മൊത്ത ചെലവ്. സർക്കാർ ഗവർണർ പോരെ രൂക്ഷമായിരുന്ന സാഹചര്യമായിരുന്നതിനാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് BJP നേതാക്കളെയും വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിലും പങ്കെടുത്തിരുന്നില്ല. ഇതിനിടെയാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലും പാർട്ടി പരിപാടിക്ക് പണം അനുവദിച്ച കേരള സർക്കാർ എന്ന വാർത്ത. CPM ലോക്കൽ കമ്മിറ്റി സുവനീറിലേക്ക് 50,000 രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ചതായി റിപ്പോർട്ട്. കണ്ണൂർ മാവിലായി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ടൂറിസം വകുപ്പ് 50,000 രൂപ അനുവദിച്ചത്. മുഖ്യമന്ത്രി ഉദ്ഘാടകനായ പരിപാടിയിൽ സുവനീർ പ്രകാശിപ്പിക്കുന്നതിനായി പരസ്യയിനത്തിൽ സർക്കാർ പണം നൽകുകയായിരുന്നു. 2023 സെപ്റ്റംബറിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സുവനീർ പുറത്തിറക്കിയത്. ക്ഷേമ പെൻഷൻ അടക്കം പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട നിരവധി സേവനങ്ങൾ മുടങ്ങിക്കിടക്കുന്ന പശ്ചാത്തലത്തിലാണ് പാർട്ടി പരിപാടിക്ക് തുക ചെലവഴിക്കാൻ സർക്കാർ മടിക്കാത്തതെന്നാണ് ഉയരുന്ന വിമർശനം.